my dear students, once again welcome back to limits and derivatives. ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റുകളുടെ ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് മറ്റു ചില പ്രോബ്ലത്തിലൂടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റ് us continue that discussion with another problem. Okay. This is the next question number 49. Evaluate fx is equal to ഇത് നമ്മുടെ ലിമിറ്റ് x tends to 0 f of x ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. Evaluate limit x tends to 0 f of x where fx is equal to x minus 2 if x less than 0, 0 when x is equal to 0 and x plus 2 when x is greater than 0. Okay. അപ്പോൾ നമ്മുടെ മെത്തേഡ് സെയിം തന്നെ. LHL is equal to LHL at 0 ആണ് നമുക്ക് വേണ്ടത്. is equal to formula limit h tends to 0 f of a minus h. ഇവിടെ നമുക്കറിയാം എയുടെ സ്ഥാനത്ത് നമുക്ക് 0 ആണല്ലോ, അപ്പോൾ നമുക്ക് അത്തരത്തിൽ തന്നെ ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of 0 minus h. കാരണം 0യിലെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, മാത്രമല്ല അത് 0യിൽ വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of minus h. f of minus h. മൈനസ് h എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 0 ആണ് അല്ലേ. h പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് h ലെസ് ദാൻ 0 ആണ്. ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 2 വരും. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് മൈനസ് h ആണെങ്കിലോ ലിമിറ്റ് h tends to 0 മൈനസ് h മൈനസ് 2. ഇവിടെ എന്ത് വരുന്നോ അതിൽ നിന്ന് 2 കുറയും. ഇപ്പോൾ ഇവിടെ മൈനസ് h വന്നിരിക്കുന്നത് മൈനസ് h മൈനസ് 2. ഓക്കെ. സോ ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എച്ചിന് 0 കൊടുക്കാം, ഇവിടെ നമുക്ക് ഡയറക്റ്റ്. സോ വാല്യൂ വിൽ ബി മൈനസ് 2 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് LHL. ഓക്കെ. നൗ RHL. ലിമിറ്റ് h tends to 0 f of 0 plus h. a plus h ആണ്, എയുടെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് അത് വരും. സോ ലിമിറ്റ് h tends to 0 f of h എന്ന് വരും അല്ലേ. h is a very small positive number, so whatever may be the quantity, it's positive, so that's why x greater than 0. If it is greater than 0, fx is x plus 2, then f of h is h plus 2. Limit h tends to 0 h plus 2, right? When we apply the limit, that becomes 0, so that is equal to 2. Okay. So LHL is minus 2, RHL is plus 2. That means what? LHL not equal to RHL. Not equal to RHL. If LHL not equal to RHL, limit will not exist. Limit x tends to 0 f of x does not exist. Does not exist. ഓക്കെ മക്കളെ. അപ്പോൾ നമ്മൾ ചെയ്തത്രയേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ 0യിലെ LHLും RHLും കണ്ടുപിടിച്ചു. രണ്ടും ഡിഫറൻ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ മക്കളെ. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡുകൾ അതേപോലെ തന്നെയാണ്. LHLും RHLും കണ്ടുപിടിക്കുന്നു. ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. ഇഫ് fx is equal to modulus of x plus 1 when x less than 0, 0 when x equal to 0, and mod x minus 1 if x greater than 0, then find for what value of f of x, so for what value of value or values, for what values of a does limit x tends to a fx exist. അതായത് ഏത് വാല്യൂ അല്ലെങ്കിൽ വാല്യൂസ് എക്ക് കൊടുക്കുമ്പോഴാണ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. LHL ഈക്വൽ ടു RHL വരണം. അപ്പോൾ നമുക്ക് 0യിലെ LHLും RHLും ഒന്ന് കണ്ടുപിടിക്കാം. സോ LHL formula is limit h tends to 0 f of a minus h. എയുടെ സ്ഥാനത്ത് 0 ആണ്. സോ ലിമിറ്റ് h tends to 0 f of 0 minus h. That's equal to limit h tends to 0 f of minus h. ഈ മൈനസ് h എന്ന് പറയുന്നത് എന്താണ്? h പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് h എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ് അല്ലേ. മൈനസ് h ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് പ്ലസ് 1 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 മോഡുലസ് ഓഫ് ഇവിടെ നമുക്ക് മൈനസ് h ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് മൈനസ് h പ്ലസ് 1 അല്ലേ.
എക്സ് ആണെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1 വരും. ഇപ്പോൾ മൈനസ് എച്ച് ആണെങ്കിൽ മോഡുലസ് ഓഫ് മൈനസ് എച്ച് പ്ലസ് 1 വരും. നമ്മൾ മോഡുലസ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് തന്നെയാണ്, എച്ച് പ്ലസ് 1 എന്ന് വരും. എച്ചിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, നമുക്ക് ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ദാറ്റ് ഈസ് 0 പ്ലസ് എച്ച് ദാറ്റ്സ് ഈക്വൽ ടു എച്ച് തന്നെ വരും അല്ലേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് വരും. H is a very small positive number, so that's why H is greater than 0. If X is greater than 0, Fx is mod X minus 1. So then what is f of H? That's equal to limit H tends to 0 modulus of H minus 1. Then we apply the limit. What happened? That's equal to limit H tends to 0. When H is positive, mod H is H itself. So H minus 1, when H is equal to 0, value is equal to minus 1. See, look at the one. LHL is equal to plus 1, LHL is equal to plus 1, RHL is equal to minus 1. That means, നമ്മൾ ഏത് വാല്യൂ എവിടെ കൊടുത്താലും ഈ LHL-ഉം RHL-ഉം ഒരിക്കലും ഈക്വൽ ആകത്തില്ല അല്ലേ. കാരണം അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പോൾ LHL എന്ന് പറഞ്ഞാലും RHL എന്ന് പറഞ്ഞാലും ഡിഫറൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ അപ്പോൾ നമുക്ക് സിൻസ് LHL നോട്ട് ഈക്വൽ ടു RHL, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, fx will not exist. That is the conclusion. Since LHL not equal to RHL, comma limit x tends to 0, f of x does not exist. Okay മക്കളെ, യെസ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എക്സ് ടെൻസ് ടു 0 ആണ്. അതായത് എ എന്നുള്ളതിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കാണ് 0 വെച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. എക്ക് 3 വാല്യൂസ് എടുക്കാമല്ലോ. ഒന്നുകിൽ എ എന്നുള്ള ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എക്ക് നമുക്ക് എനി വാല്യൂ എടുക്കാം. ആ എ എന്നുള്ളത് പോസിറ്റീവ്. ഇപ്പോൾ 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇനി നമ്മൾ എ ഈസ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എ ഈസ് പോസിറ്റീവ്, ദെൻ LHL at A നമുക്ക് നോക്കാം. LHL at A is equal to formula limit H tends to 0 f of A minus H. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ എ മൈനസ് എച്ച് എന്ന് പറഞ്ഞാലും നാച്ചുറലി എന്തായിരിക്കും? എ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എ എന്ന് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ സ്മോൾ പോസിറ്റീവ് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതും ഒരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ ഇത് പോസിറ്റീവ്, എ മൈനസ് എച്ച് പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ എടുത്താലും എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എ ദാറ്റ് ഈസ് എ തന്നെ വരും. എ പോസിറ്റീവ് ആയതുകൊണ്ട് എ മൈനസ് 1 എന്ന് വരും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് RHL ഒന്ന് കണ്ടുപിടിക്കാം. RHL at A, formula is limit H tends to 0 f of A plus H. A പോസിറ്റീവ് ആണ്, എ പ്ലസ് എച്ചും പോസിറ്റീവ്. അതുകൊണ്ട് പോസിറ്റീവ് ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് 1 വരും. അപ്പോൾ ഇത് ലിമിറ്റ് H tends to 0 മോഡുലസ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് 1. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എച്ചിന് ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ ഇത് എ മൈനസ് 1 എന്ന് വരും. സോ ഇവിടെ LHL-ഉം RHL-ഉം ഈക്വൽ ആണ്. അതായത് എക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ കൊടുത്താലും LHL ഈക്വൽ ടു RHL ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്ക് ഏത് വാല്യൂ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ എക്ക് 0 കൊടുത്താൽ എക്സിസ്റ്റ് ചെയ്യില്ല. എക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ കൊടുത്താലും LHL-ഉം RHL-ഉം സെയിം ആയിട്ട് വരും. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, LHL is equal to RHL equal to RHL for all values of A.
therefore limit will exist. Limit x tends to a f of x will exist. എപ്പോ a പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ മക്കളെ, സീറോ ആണെങ്കിലോ പറ്റില്ല. ഇനി നമുക്ക് ഒരു കേസും കൂടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒന്ന് എ സീറോ വരുന്ന കേസ്, മറ്റൊന്ന് എ പോസിറ്റീവ് വരുന്ന കേസ്, ഇനിയുള്ളത് എ നെഗറ്റീവ് വരുന്ന കേസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇഫ് എ ലെസ് ദാൻ സീറോ, നമുക്ക് LHL അറ്റ് എ കണ്ടുപിടിക്കാം. LHL അറ്റ് എ. So is equal to formula is limit a tends to 0 f of a minus h. a less than 0 ആണ്, മീൻസ് a നെഗറ്റീവ് ആണ്. അതിൽ നിന്നൊരു ചെറിയ നെഗറ്റീവ് നമ്പർ കുറച്ചാൽ കിട്ടുന്നത് ഇത്രയും കൂടെ വലിയൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ, ഇത്രയും കൂടെ ചെറിയൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ a മൈനസ് എച്ച് എന്നുള്ള എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ സീറോ ആയിരിക്കും, അതായത് a മൈനസ് എച്ച് ലെസ് ദാൻ സീറോ ആയിരിക്കും. ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ലിമിറ്റ് a ടെൻസ് ടു 0 മോഡുലസ് ഓഫ് a മൈനസ് എച്ച് പ്ലസ് 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എയും നെഗറ്റീവ് ആണ്, എച്ചും നെഗറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് എടുക്കുമ്പോൾ ഇത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മോഡുലസ് ഓഫ് a പ്ലസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു a പ്ലസ് 1 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സീറോ അല്ലേ മക്കളെ, എ ലെസ് ദാൻ സീറോ. സപ്പോസ് എയുടെ വാല്യൂ -2 ആണെന്ന് വിചാരിക്കുക. എയുടെ സാല് ഇവിടെ നമ്മൾ എ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എ ഈസ് ഈക്വൽ ടു -2 എന്ന് വിചാരിക്കുക. -2 ആണെങ്കിൽ നമ്മളിവിടെ എഴുതുമ്പോൾ മോഡുലസ് ഓഫ് -2 മൈനസ് എച്ച് എന്ന് വരും. എച്ചിന് ലിമിറ്റ് കൊടുക്കും, മോഡുലസ് ഓഫ് -2 പ്ലസ് 1 എന്ന് വരും. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്, അപ്പോൾ 2 പ്ലസ് 1 എന്ന് എഴുതും. പക്ഷേ ഇവിടെ അപ്പോൾ നമ്മൾ എക്ക് -2 കൊടുക്കുമ്പോൾ ഇത് ശരിക്കും വരേണ്ടത് എന്താണ്, മോഡുലസ് ഓഫ് -2 ദാറ്റ് ഈസ് 2 പ്ലസ് 1 3 എന്ന് വരും. ഇതാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എ ആണെന്ന് വിചാരിക്കുക. എ എന്നുള്ളത് -2, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്താൽ -2 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ വാല്യൂ വ്യത്യാസമാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വാല്യൂ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡുലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എന്ന് വരും അല്ലേ. ആ 2 കിട്ടാൻ വേണ്ടി ശരിക്കും എന്താ ചെയ്യണേ, നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ കൂടെ ഈ മൈനസിൻ്റെ കൂടെ നെഗറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവും കൂടെ കൊടുക്കുമ്പോഴാണ് അത് പോസിറ്റീവായിട്ട് 2 എന്ന് കിട്ടുന്നത് അല്ലേ. പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ പിന്നെ അതിന് പ്രശ്നമില്ല, 2 ആണെങ്കിൽ 2 തന്നെ എഴുതും. അപ്പോൾ ശരിക്കും മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇഫ് എ ഈസ് പോസിറ്റീവ്, എ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ വാല്യൂ തന്നെ ആയിരിക്കും, 2 ആണെങ്കിൽ 2 തന്നെ. പക്ഷേ മോഡുലസ് ഓഫ് എ മൈനസ് ആണെന്ന് വിചാരിക്കുക, എ ഈസ് നെഗറ്റീവ് ആണെങ്കിൽ, എ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ കൊടുത്തിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ഇഫ് എ ഈസ് നെഗറ്റീവ് ദെൻ ഇറ്റ് ഈസ് മൈനസ് ഓഫ് എ. കാരണം എന്താ, ഇതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ ആണെങ്കിൽ എ തന്നെ എഴുതിയാൽ മതി. എ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്നതിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും ആക്ച്വലി ആ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഇവിടെ എ എന്ന് മാത്രം എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്, മൈനസ് ഓഫ് എ പ്ലസ് 1 എന്നാണ് വരേണ്ടത്. കാരണം ഇഫ് എ ഈസ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണ്. അപ്പോൾ മൈനസ് എ പ്ലസ് 1 എന്ന് വരും. ഇനി നമുക്കൊന്ന് നോക്കാം, നമ്മൾ ഈ എക്ക് -2 കൊടുത്താൽ ശരിയാവണം നോക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് വരേണ്ടത് എന്തായിരുന്നു, ഇവിടെ മോഡുലസ് ഓഫ് -2 പ്ലസ് 1 ദാറ്റ് ഈസ് 2 പ്ലസ് 1 3 എന്ന് വരണമായിരുന്നു. പക്ഷെ 3 ആണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മളിവിടെ എക്ക് പകരം ഇങ്ങനെയാണ്, ജസ്റ്റ് നമ്മൾ ഈ എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുവാണെങ്കിലോ, മൈനസ് ഓഫ് എക്ക് -2 കൊടുത്താൽ മൈനസ് ഓഫ് -2 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3. ചുമ്മാ നമ്മൾ എ പ്ലസ് 1 എന്ന് എഴുതിയാൽ എക്ക് -2 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് -2 പ്ലസ് 1 എന്നാണ്, ദാറ്റ് ഈസ് -1 ആയിപ്പോകും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതുകൊണ്ട് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ് 1. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു LHL ഈസ് ഈക്വൽ ടു
1 മൈനസ് എ അല്ലെങ്കിൽ മൈനസ് എ പ്ലസ് 1 എന്ന് എഴുതണം. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1. അതിൻ്റെ റീസൺ ഇത് നിങ്ങൾ എഴുതിയാൽ മതി. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ട് അതൊന്ന് എഴുതിക്കൊള്ളുക. ബിക്കോസ് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഇഫ് എ ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ എ തന്നെ വരും. ഈക്വൽ ടു മൈനസ് ഓഫ് എ ഇഫ് എ ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് RHL എന്ന് കണ്ടുപിടിക്കാം. നൗ RHL at A എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു A ഈസ് നെഗറ്റീവ് ആണ്. സോ ഫോർമുല ഈസ് ലിമിറ്റ് A ടെൻസ് ടു 0 f ഓഫ് A പ്ലസ് h. ഇവിടെ A എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് A പ്ലസ് h എന്ന് പറഞ്ഞാൽ തീർച്ചയായും നെഗറ്റീവ് ആയിരിക്കും. കാരണം h ഈസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ്. അത് എയുടെ കൂടെ ഇന്ന് എയിൽ നിന്ന് ആ നമ്പർ കുറച്ച് കഴിഞ്ഞാലും കിട്ടുന്നത് നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, സോ നെഗറ്റീവ് ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് A ടെൻസ് ടു 0. നെഗറ്റീവ് ആണെങ്കിൽ ഇതാണ് മോഡുലസ് ഓഫ് A പ്ലസ് h പ്ലസ് 1. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് A ടെൻസ് ടു 0. നമുക്ക് എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എ പ്ലസ് 1 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡുലസ് ഓഫ് എ സിൻസ് എ ഈസ് നെഗറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എ വരും. സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ്, പിന്നെ ഇവിടെ ലിമിറ്റ് എഴുതേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നമ്മൾ. സോ മൈനസ് ഓഫ് എ പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് എ. അപ്പോൾ ഇവിടെ നമുക്ക് LHL RHL സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം LHL equal to RHL if അത് ആദ്യം എഴുതാം. if A less than 0 then LHL equal to RHL. therefore limit x tends to A f of x will exist. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ A എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിലും LHL equal to RHL ആണ്, നെഗറ്റീവ് ആണെങ്കിലും LHL equal to RHL ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ബട്ട് A equal to 0 ആണെങ്കിൽ LHL RHL ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂസിന് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എ ലിമിറ്റ് എക്സിസ്റ്റ് ടു എ എഫ് എക്സ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂനും നെഗറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ബട്ട് ഈക്വൽ ടു 0ക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ മക്കളെ, ക്ലിയർ? ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51. Suppose fx is equal to a plus bx when x less than 1 and 4 if x is equal to 1 and b minus ax when x greater than 1. Also given if limit x tends to 1 fx is equal to f of 1, what are possible values of a and b? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലിമിറ്റ് x tends to 1 fx equal to f of 1. What is f of 1? f of 1 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ അതെന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂസ് എത്രയാണെന്നാണ് ചോദ്യം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമല്ലോ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? LHL RHL സെയിം ആയിരിക്കണം. അപ്പോൾ LHL ഒന്ന് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് നമുക്ക് ലിമിറ്റ് എ ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് എ ടെൻസ് ടു 0 എ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എച്ച്. ഈ 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞ് കുറവല്ലേ? 1നെ കഴിഞ്ഞ് കുറവാണെങ്കിൽ ഇവിടെ വരുമല്ലോ. സോ ലിമിറ്റ് എ ടെൻസ് ടു 0 എ പ്ലസ് ബി ഇൻറ്റു 1നെ കഴിഞ്ഞ് കുറവാണെങ്കിൽ എ പ്ലസ് ബി എക്സ് എന്ന് വരും. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് എച്ച്. നമ്മൾ എച്ചിന് 0 കൊടുക്കുമ്പോൾ ദിസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. ഇനി നമുക്ക് RHL എന്ന് കണ്ടുപിടിക്കാം. RHL is equal to limit a tends to 0 f of a plus h. a എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ലിമിറ്റ് a tends to 0 f of 1 plus h. That's equal to limit a tends to 0 1 plus h എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞാൽ വലുതാണ്. 1നെ കഴിഞ്ഞാൽ വലുതാണ് x എങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ b മൈനസ് എ എക്സ് ആണ്.
So it is b minus a into 1 plus h. h ന് 0 കൊടുക്കും. This is b minus a. അല്ലേ? h ന് 0 കൊടുക്കും. അപ്പോൾ RHL is equal to b minus a. LHL equal to a plus b. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് മാത്രമല്ല, ഇത് രണ്ടും ഈക്വൽ ടു എന്തായിരിക്കണം? 4 ഈക്വൽ ആയിരിക്കണം. അല്ലേ? സിൻസ് അപ്പോൾ നമുക്ക് എഴുതാം. സിൻസ് limit x tends to 1 f of x is equal to f of 1. That is limit x tends to 1 fx is equal to 4, comma LHL equal to 4, RHL is also equal to 4. അപ്പോൾ നമുക്ക് നോക്കാം. LHL എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് a plus b. So it is a plus b is equal to 4. ഒരു ഇക്വേഷൻ കിട്ടി. RHL equal to 4 എന്ന് പറഞ്ഞാൽ b minus a equal to 4. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എയും ബിയും കിട്ടും. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 1 plus 2 gives a minus ഇത് ക്യാൻസൽ ആയി പോകും. ബി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. 2b is equal to 8 എന്ന് വരും, b is equal to 4 എന്ന് വരും. അല്ലേ? ഇത് രണ്ടും കൂട്ടിപ്പെടാം. ഇനി വാല്യൂ ബിയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്കറിയാം a plus b is equal to 4 ആണ് ഇക്വേഷൻ നമ്പർ 1 പറയുന്നത്. That means a plus 4 equal to 4. That means a is equal to 4 minus 4, that's equal to 0. അപ്പോൾ a equal to 0 ആയിരിക്കണം, b equal to 4 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ, അതായത് LHL 4 ആകത്തുള്ളൂ, RHL 4 ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ a is equal to 0 and b is equal to 4. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ മക്കളെ? യെസ്. Here is the next question, question number 52. If fx is equal to mx square plus n if x less than 0, nx plus m if 0 less than or equal to x less than or equal to 1, nx cube plus m if x greater than 1, then for what integers m and n does both the limit x tends to 0 fx and limit x tends to 1 fx exist? ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമ്മിനും എന്നിനും എന്ത് വാല്യൂ കൊടുക്കണം, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 0യിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 0യിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ LHL RHL സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് 0യിലെ LHL ഒന്ന് കണ്ടുപിടിക്കാം. LHL at 0 is equal to ഫോർമുല ലിമിറ്റ് a tends to 0 f of 0 minus h. 0 minus h എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിനകത്ത് കൊടുക്കണമല്ലോ. സോ ലിമിറ്റ് a tends to 0 m into 0 minus h the whole square plus n. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് 0 ആവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ n എന്ന് വരും, അല്ലേ? അപ്പോൾ നമ്മുടെ LHL എന്ന് പറഞ്ഞാൽ നമുക്ക് n എന്ന് കിട്ടും. ഇനി നമുക്ക് RHL എന്ന് നോക്കാം. ഓക്കെ, RHL ഫോർമുല ഈസ് ലിമിറ്റ് a tends to 0 f of 0 plus h. ദാറ്റ് ഈസ് 0 പ്ലസ് h എന്ന് പറഞ്ഞാൽ 0 ആയി കഴിഞ്ഞും വലുതാണ്, പക്ഷേ 1നെ കഴിഞ്ഞും ചെറുതായിരിക്കും, 0യോട് വളരെ അടുത്തുള്ളതല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കണ്ടേ nx 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ ആണെങ്കിൽ nx പ്ലസ് m കൊടുക്കണം. അപ്പോൾ നമുക്ക് ലിമിറ്റ് a tends to 0 n ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 0 പ്ലസ് h പ്ലസ് m. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ചിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇത് 0 ആയി പോവും, m എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കാം മക്കളെ, ഇവിടെ LHL എന്ന് പറഞ്ഞാൽ n ആണ്, RHL എന്ന് പറഞ്ഞാൽ m ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ LHLും RHLും n ആയതുകൊണ്ട് നമുക്ക് ഇവിടെ LHL n RHL m. അപ്പോൾ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലേ? കാരണം എന്താണ്, ഇത് LHL ഈക്വൽ ടു RHL വരണം, ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു m വരണം. n ഈക്വൽ ടു m വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് where n is equal to m, then only limit will exist. അപ്പോൾ നമുക്കൊന്ന് എഴുതാം, LHL equal to n and RHL equal to m. Then limit x tends to 0 fx exists if and only if LHL is equal to RHL, that is n is equal to m. n is equal to m. അപ്പോൾ n-ഉം m-ഉം ഈക്വൽ ആയി വരുന്ന ഇൻറ്റിജേഴ്സിൽ മാത്രമേ ഉള്ളൂ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തുള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് 1ലേക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അതുപോലെ ഒരു സെന്റൻസ് നമ്മൾ എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 fx exists for all integers where m is equal to n. m ഉം n ഉം ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ അത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് 1ൽ നോക്കാം. LHL at 1 is equal to limit h tends to 0 f of 1 minus h. 1 മൈനസ് h എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞും കുറവായിരിക്കുമല്ലോ. 1നെ കഴിഞ്ഞും കുറവാണെങ്കിൽ അത് nx പ്ലസ് എമ്മിനകത്ത് വരിക. സോ ഇറ്റ് ഈസ് ദ ലിമിറ്റ് h tends to 0 n ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് h പ്ലസ് m, റൈറ്റ്? എച്ചിന് 0 കൊടുക്കുമ്പോൾ ഇത് n പ്ലസ് m എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് RHL നോക്കാം. RHL is equal to limit h tends to 0 f of 1 plus h. 1 plus h is naturally greater than 1. Greater than 1 ആണെങ്കിൽ ഇതിനകത്ത് വരണം. So it is the limit h tends to 0 n into 1 plus h the whole cube plus m, right? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് n hന് 0 ആകുമ്പോൾ ഇത് n എന്ന് വരും, n പ്ലസ് m എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ LHLും RHLും സെയിം ആണ്. അവിടെ n-ന് m ഏത് വാല്യൂ കൊടുത്താലും പ്രശ്നമല്ല. LHL is equal to RHL. n-ന് 1 കൊടുത്താൽ 2ഉം m-ന് 2 ആണെങ്കിൽ LHL എന്ന് പറഞ്ഞാൽ 3 വരും, RHL എന്ന് പറഞ്ഞാൽ 3 വരും. ഫോർ എനി വാല്യൂ ഓഫ് n ആൻഡ് m ലിമിറ്റ് x tends to 1 fx exist. അപ്പോൾ ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. Since limit x tends to 1 fx exist, LHL equal to RHL, that is n plus m is equal to n plus m. So for any value of n and m, limit x tends to 1 fx exist. ഏത് വാല്യൂനും ഇത് സെയിം ആയിരിക്കും. ബട്ട് ആദ്യത്തെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യത്തെ കേസിൽ n-ഉം m-ഉം ഈക്വൽ ആയി വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ മക്കളെ, നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകൾ പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു, മെത്തേഡ് ഫാക്ടറൈസേഷൻ പഠിച്ചു, പിന്നെ മെത്തേഡ് ഫോർമുല പഠിച്ചു, പിന്നെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന LHLും RHLും കണ്ടുപിടിക്കുന്ന കേസ്. ഇത്രയാണ് നമുക്ക് ലിമിറ്റിൻ്റെ നമുക്ക് ഇവാലുവേഷന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതിനകത്ത് ലിമിറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഇവാലുവേഷനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഡെറിവേറ്റീവ്സ് ആണ്, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് ചെയ്ത് പഠിക്കുക, റിപ്പീറ്റഡ്ലി ചെയ്ത് പഠിച്ചാൽ ഇത് നമുക്ക് വളരെ ആ മെത്തേഡ് പഠിച്ചാൽ മതി. LHLും RHLും f of a, LHL ഈക്വൽ ടു RHL, ഇത് രണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.